കരിപ്പൂരിൽ നിന്നുള്ളൊരു വാർത്തയാണ്. റിയാദിൽ നിന്ന് ഇന്ന് 2 വിമാനങ്ങൾ കരിപ്പൂരിലെത്തിയെന്നാണ്. ഫ്ലൈനാസിൻ്റെ വിമാനം ഇന്ന് രാവിലെ 7:25 റിയാദിലേക്ക് മടങ്ങിപ്പോയി. ഇക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സൗദി എയർലൈൻസിൻ്റെ സൗദിയ എന്ന വിമാനം 9:45 കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ നമ്മുടെ പ്രതിനിധി ഗോകുൽ കെ വേണുഗോപാലുണ്ട്. ഗോകുൽ, എന്താണ് എയർപോർട്ടിലൊക്കെ അത്യാവശ്യം സഞ്ചാരികൾ വരുന്നുണ്ടോ, അതോ ഈ യുദ്ധകാല സാഹചര്യം പരിഗണിച്ച ആളുകൾ യാത്ര റദ്ദാക്കുകയോ അതല്ലെങ്കിൽ വിമാനത്താവളങ്ങൾ തന്നെ ഈ നമ്മുടെ വിമാന സർവീസ് റദ്ദ് ചെയ്തതാണോ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം എന്താണ്? ആഭ്യന്തര സർവീസുകളൊക്കെ ഉണ്ട്. അതിനാൽ തന്നെ ചെറിയ തോതിലുള്ള യാത്രക്കാരുടെയൊക്കെ ബഹളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സർവീസ് 2 എണ്ണം ഇന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആശങ്കയും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴും 2 സർവീസുകൾ ഇന്ന് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഉണ്ടായിരുന്നു. സൗദിയ എയർലൈൻസിന്റെയും ഫ്ലൈനാസിന്റെയും 2 വിമാനങ്ങളാണ് റിയാദിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തിയത്. ഫ്ലൈനാസിന്റെ ഒരു വിമാനം പുലർച്ചെ തന്നെ വന്നു. അത് ഇന്ന് രാവിലെ 7:25 തിരികെ റിയാദിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം അല്പസമയം മുമ്പാണ് ഈ പറഞ്ഞതുപോലെ സൗദിയ എയർലൈൻസിന്റെ ഒരു സർവീസ് ഉണ്ടായത്. അത് ഇപ്പോൾ ഇവിടെ ഉണ്ട്. 9:45 അത് മടങ്ങിപ്പോകുമെന്നാണ് അറിയുന്നത്. ഈ സർവീസിന്, ഈ വിമാനത്തിൽ പോകേണ്ട യാത്രക്കാരും ഇതിൽ വന്നിട്ടുള്ള യാത്രക്കാരും ഒക്കെ അല്പസമയം മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നിരവധി യാത്രക്കാരും അവരെ സ്വീകരിക്കാനെത്തിയ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരുമായി നമ്മൾ കാര്യങ്ങളൊക്കെ പങ്കുവച്ചതുമാണ്. 43 സർവീസുകൾ ഇവിടെ നിന്ന് റദ്ദാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 43 സർവീസുകൾ, ഇവിടെ നിന്നുള്ള 22 സർവീസുകളും ഇങ്ങോട്ടേക്ക് വരേണ്ട 21 സർവീസുകളും. ഇന്നത്തെ മാത്രം കണക്കാണ് ഈ പറയുന്നത്. ഇന്ന് രാത്രി 11:50 വരെയുള്ള കണക്ക് പ്രകാരം 43 സർവീസുകളാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടതും ഇവിടെ നിന്ന് പോകേണ്ടതുമായിട്ടുള്ളവ റദ്ദാക്കിയിട്ടുള്ളത്. ഈ ഫ്ലൈനാസിന്റെയും സൗദിയ എയർലൈൻസിന്റെയും സർവീസുകൾ ഇന്നത്തത് കഴിഞ്ഞു. ഇനി നാളത്തേതാണ്. ഓരോ ദിവസവും അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇന്ന് പുലർച്ചെ ഈ ഫ്ലൈനാസിന്റെ വിമാനം വന്നു, അത് തിരികെ പോയി. സൗദി എയർലൈൻസിന്റെ വിമാനം അല്പം സമയം മുമ്പാണ് വന്നത്. യാത്രക്കാരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. റിയാദിലൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നൊക്കെ അവർ പറയുന്നത് നമ്മൾ കേട്ടതുമാണ്. ആ വിമാനം അല്പസമയത്തിനകം തന്നെ 9:45 പുറപ്പെടുകയും ചെയ്യും. അതിന് പോകാനുള്ള ചില യാത്രക്കാരെയും ഒക്കെ നമ്മൾ കണ്ടതുമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മറ്റ് അന്താരാഷ്ട്ര സർവീസുകളൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇൻഡിഗോയുടെയൊക്കെ സർവീസുകളൊക്കെ നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്തായാലും ഇത് അന്താരാഷ്ട്ര ഡിപ്പാർച്ചറാണ്. ഇവിടെ ആളുകളൊന്നും ഇപ്പോൾ ഇല്ല. നേരത്തെ ആളുകൾ വന്നതും പോയതുമായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ കയറി പോവുകയോ മടങ്ങി പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. 2 സർവീസുകൾ റിയാദിൽ നിന്നുള്ള 2 സർവീസുകൾ ഇങ്ങോട്ടേക്ക് വന്നു, തിരികെ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. മറ്റു സർവീസുകൾ, ഈ സൗദി എയർലൈൻസിന്റെയും ഫ്ലൈനാസിന്റെയും സർവീസുകൾ ഇന്നില്ല. നാളെ അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ വരുന്ന മണിക്കൂറുകളിലായിരിക്കും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുക. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.